ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററായ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് അഥവാ ബഹുപദങ്ങളും സമവാക്യങ്ങളും എന്ന പാഠഭാഗത്തിലെ 2ാമത്തെ പാർട്ടാണ്. അതായത് പോളിനോമിയൽ ഫാക്ടേഴ്സ് എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച എന്താണ്? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി അല്ലേ? നമ്മൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് ടുവിന് എക്സ് സ്ക്വയർ പ്ലസ് നടുക്ക് എഴുതുന്നത് സമ്മ്, ലാസ്റ്റ് എഴുതുന്ന പ്രോഡക്റ്റ് എന്നിപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ എല്ലായിടം പ്ലസ് ആണ്. അപ്പോൾ 3 പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3 ഇൻറ്റു 2 അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6. അതാണ് എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2. അപ്പോൾ ഇവിടെ വലതുവശത്ത് കിടക്കുന്ന ആ ഒരു പോളിനോമിയലിനെ നമുക്ക് എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന 2 ഘടകങ്ങൾ ഫാക്ടേഴ്സ് ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2 നമ്മൾ ഗുണനഫലം കണ്ട് ഈ ഒരു ഫോർമാറ്റിൽ പോളിനോമിയലാക്കി എഴുതി. ഈ വീഡിയോയിൽ പഠിക്കുന്നത് ഈ ഒരു പോളിനോമിയൽ തരും, അതിനെ പോളിനോമിയൽ ഫാക്ടേഴ്സ് അഥവാ ബഹുപദ ഘടകങ്ങളാക്കി മാറ്റണം. ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മളൊരു നമ്പർ എടുത്ത് 12. ആ 12ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? അതായത് 12 എന്ന് ഉത്തരം വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഏതൊക്കെയുണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ 1 ഇൻറ്റു 12 ആൻസർ 12 അല്ലേ വരുന്നത്? 2 ഇൻറ്റു 6 ആൻസർ 12 അല്ലേ വരുന്നത്? 3 ഇൻറ്റു 4 ആൻസർ 12 അല്ലേ വരുന്നത്? അപ്പോൾ ഇതെല്ലാമാണ് ഘടകങ്ങൾ, ഫാക്ടേഴ്സ് അഥവാ 1 2 3 4 6 12 1 2 3 4 6 12 ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ട്, ഇത്രയും ഘടകങ്ങളുണ്ട്. ആർക്ക്? 12ന്. അപ്പോൾ നമ്മളിവിടെ നമ്പർ അല്ല, നമുക്കതിന് പകരം എന്താ? ഒരു പോളിനോമിയലാണ് തരുന്നത്. ആ പോളിനോമിയലിൻ്റെ ഫാക്ടേഴ്സ് പ്രോഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ആക്കി എഴുതണം. ഇതിൻ്റെ ഇടയ്ക്ക് ഗുണനഫലമാണല്ലോ, ഘടകങ്ങളുടെ ഗുണിതമാക്കി എഴുതണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലെ എല്ലാം പ്ലസ് ഉള്ളത് മാത്രം ചെയ്യാം. അത് നല്ല രീതിയിൽ കൂടുതൽ പ്രോബ്ലംസ് പഠിച്ചിട്ട് എവിടെയെങ്കിലും ഒരിടത്ത് നെഗറ്റീവ് വരുന്നത് പഠിക്കും, അത് കഴിഞ്ഞ് രണ്ടിടത്തും നെഗറ്റീവ് വരുന്നതും പഠിക്കും. അപ്പോൾ ഈ ഒരു ചോദ്യം തന്നെ എടുക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 അതിനെ എങ്ങനെ ഇതാക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം നോക്കാം. ഞാൻ പറഞ്ഞു ആദ്യം നമുക്ക് എല്ലാം പ്ലസ് ആയിട്ടുള്ള പ്രോബ്ലംസ് നല്ല രീതിയിൽ പഠിച്ചിട്ട് നെഗറ്റീവ് ഉള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കുക. അവസാനത്തത് പ്രോഡക്റ്റാന്ന് പറഞ്ഞു. അപ്പോൾ ആ അവസാനത്തെ നമ്പറാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. അതായത് പ്രോഡക്റ്റാണ് നമുക്ക് ആദ്യം എടുക്കേണ്ടത്. പ്രോഡക്റ്റ് ഏത് നമ്പറാണ്? +6 ആണല്ലോ. അപ്പോൾ +6 അതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? 1 ഇൻറ്റു 6ഉം വരും, 2 ഇൻറ്റു 3യും വരും അല്ലേ? ഇവിടെ ശരിക്കും പറഞ്ഞാൽ +6 കിട്ടാനായിട്ട് 1 ഇൻറ്റു 6 അല്ലാതെ -1 ഇൻറ്റു -6 ഉണ്ട്. പക്ഷെ നമ്മളിവിടെ എല്ലാം പ്ലസ് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു പെയർ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ പോസിറ്റീവായിട്ടുള്ള പെയർ മാത്രം നോക്കിയാൽ മതി. ഇനി ഇവിടെ സമ്മ്, ഇതാണ് സമ്മ്, അതാ തുക, ഇതാണ് പ്രോഡക്റ്റ് അഥവാ ഗുണനഫലം. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് ഗുണനഫലം 6ഉം വരണം, തുക 5ഉം വരുന്ന നമ്പർ നോക്കണം. ഈ രണ്ട് പെയറിൽ നിന്ന് മാത്രം അതായത് ആദ്യത്തെ പെയർ 1 6ഉം രണ്ടാമത്തെ പെയർ 2 3യുമാണ്. ഈ 1 6ലും കൂടെ കൂട്ടുമ്പോൾ 1 + 6 എന്ന് പറയുന്നത് എത്ര വരും? 7 വരും. ഇവിടെ കൂട്ടുമ്പോഴല്ലേ, തുകയല്ലേ, സമ്മല്ലേ. അപ്പോൾ 2 + 3 എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഏത് പെയറാണ് കറക്റ്റായിട്ട് വന്നത്? ഒരൊറ്റ പെയറേ കറക്റ്റായിട്ട് വരത്തുള്ളൂ. ചില ക്വസ്റ്റ്യനിൽ നമുക്ക് കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടാക്കാം, കൂടുതൽ പെയേഴ്സ് ഉണ്ടാക്കാം, പക്ഷേ ആൻസർ ഒരൊറ്റ ആൻസറേ കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഇവിടെ 2 + 3 ആണ് 5. കണ്ടോ, ഈ 5 നമുക്ക് കിട്ടിയില്ലേ, ഈ +5 നമുക്ക് കിട്ടിയില്ലേ? അപ്പോൾ ആ 2 നമ്പേഴ്സാണ് എടുക്കേണ്ടത്. ആ 2 നമ്പേഴ്സ് ആരൊക്കെയാണ്? +2ഉം +3യും. അപ്പോൾ നമ്മൾ ഈ നടുക്കത്തെ നമ്പറിനെ, അതായത് എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 എന്ന ചോദ്യത്തിൽ ഈ നടുക്കത്തെ നമ്പറിനെയാണ് നമ്മൾ 2ഉം 3യും ആക്കി. അപ്പം നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6നെ 2
ഘടകങ്ങളാക്കി ഫാക്ടേഴ്സാക്കി തിരിക്കണം. എന്നിട്ട് അതിൻ്റെ ഗുണനഫലമാണ്. അപ്പോൾ ആദ്യം എക്സ് സ്ക്വയർ ആയതുകൊണ്ട് എക്സും അല്ല എക്സ് സ്ക്വയർ, പിന്നെ ഇവിടെ എല്ലാം പ്ലസ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ +2ഉം +3ഉമാണ്. അപ്പോൾ x+2 ഇൻറ്റു x+3 ആണ് x² + 5x + 6. നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം. x ഇൻറ്റു x² പിന്നെ സമ്മാണ് 2 + 3 5x, പിന്നെ പ്രോഡക്റ്റ് 2 × 3 6. അപ്പോൾ ഇതുപോലെ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ തരാം, അത് നമുക്ക് ചെയ്തിട്ട് മൈനസ് ഉള്ളത് ചെയ്യാം. അപ്പോൾ x² + 3x + 2 ഏറ്റവും ചെറിയ നമ്പേഴ്സ് ഞാൻ തരാം. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് എത്രയാണ്? പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 2 ആണ്. ഗുണനഫലം 2 ആണ്. 2ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയേ ഉള്ളൂ? 1 × 2, 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരൊറ്റ പേരേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സമ്മ് 3 വരുന്നുണ്ടോ എന്ന് നോക്കണം. 1 + 2 = 3 അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോൾ ഈ നമ്പേഴ്സ് ഏതൊക്കെയാണ്? +1ഉം +2ഉം. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? x+1 ഇൻറ്റു x+2. ഏറ്റവും ചെറിയ നമ്പറാണ് 1ഉം 2ഉം അല്ലേ? ഇനി കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സ് എടുത്ത് നമ്മൾ ചെയ്യും. അടുത്ത നമ്മുടെ ചോദ്യം x² + 6x + 8. ഇവിടെ പ്രോഡക്റ്റ് എന്താണ്? ലാസ്റ്റ് കിടക്കുന്ന എക്സ് ഇല്ലാത്ത നമ്പറാണ് പ്രോഡക്റ്റ് അഥവാ ഗുണനഫലം. അതാണ് 8. 8ൻ്റെ ഫാക്ടേഴ്സ് നമ്മൾ നോക്കും. 1 × 8, 2 × 4. അതായത് 1ൻ്റെ ടേബിളിലുണ്ട്, 2ൻ്റെ ടേബിളിലുണ്ട്. ഇനി 3ൻ്റെ ടേബിളിൽ 8 വരുന്നില്ല, പിന്നെ 4 ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യും, വേറെ നമ്പേഴ്സ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് 2 ജോഡികൾ, 2 പെയേഴ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി ഇതിൽ അപ്പോൾ പ്രോഡക്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞു, കാരണം ഇവിടെ എല്ലാം പോസിറ്റീവാണ്. അപ്പോൾ വേറെ നമ്പേഴ്സ് ഒന്നും വരികയില്ല. ഇനി സം കാണണം. അപ്പം ഒന്നാമത്തെ പെയർ സം ചെയ്യുമ്പോൾ കൂട്ടുമ്പോൾ 9 വരും. രണ്ടാമത്തെ പെയർ സം ചെയ്യുമ്പോൾ 6 വരും. ഏത് പെയറാണ് കറക്റ്റ്? രണ്ടാമത്തെ പെയറാണ് കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യും? 2ഉം 4ഉം ആക്കണം. അതായത് x+2 ഇൻറ്റു x+4 എന്ന് എഴുതാം. കണ്ടോ? 2ഉം 4ഉം ആ പെയറിൽ നമ്പേഴ്സ് എടുക്കാവുള്ളൂ. ഇനി അടുത്തത് x² + 9x + 8. ഇവിടെയും സെയിം പ്രോഡക്റ്റ് ആണ് അല്ലേ? ലാസ്റ്റ് നമ്പർ ആണല്ലോ പ്രോഡക്റ്റ്. അപ്പോൾ 1, 8ഉം 2ഉം 4ഉം ആണ് വരുന്നത്. 1 × 8, 2 × 4. ഇവിടെ നോക്കിക്കേ, കൂട്ടുമ്പോൾ 9 കിട്ടണം. അപ്പോൾ 1 + 8 അല്ലേ 9 അല്ലേ? അപ്പോൾ ആ പെയറല്ലേ കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഇവിടെ 2 + 4 6 വരത്തുള്ളൂ. അപ്പോൾ ഇവിടുത്തെ നമ്പേഴ്സ് ഏതാണ്? 1ഉം 8ഉം ആണ് സെലക്ട് ചെയ്യേണ്ടത്. അത് x+1 ഇൻറ്റു x+8. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കുക. x² + 10x + 24 പ്രോഡക്റ്റ് 24 ആണ്. ഇപ്പോൾ 24ൻ്റെ ഫാക്ടേഴ്സ് 1 × 24 ഉണ്ട്, 2 × 12 ഉണ്ട്. ആദ്യം 1ൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക, നമ്പർ ഒന്നും മിസ്സാക്കരുത്. 1 കഴിഞ്ഞ് 2 നോക്കുക, 2 കഴിഞ്ഞ് 3 നോക്കുക, 3യുടെ ടേബിളിൽ ഉണ്ടോ എന്ന് നോക്കുക. 3 × 8 ആണ് 24. 3 കഴിഞ്ഞാൽ 4 നോക്കുക, 4 × 6 ആണ് 24. 4 കഴിഞ്ഞാൽ 5 നോക്കുക. 5ൻ്റെ ടേബിളിൽ 24 ഇല്ല, പിന്നെ അത് കഴിഞ്ഞ് 6 ആണ്. 6 ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയും പെയേഴ്സ്, അതായത് 4 പെയേഴ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൽ ഏത് പെയർ കൂട്ടുമ്പോഴാണ് 10 കിട്ടുന്നതെന്ന് നോക്കണം. അപ്പോൾ നമുക്കറിയാം 4ഉം 6ഉം കൂടെ കൂട്ടുമ്പോഴല്ലേ 10 കിട്ടത്തുള്ളൂ. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 11 ആവും, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 14 ആവും, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 25 ആവും. അപ്പോൾ ഇത് മാത്രം എഴുതിയാൽ മതിയല്ലോ. ഈ ഒരു സമ്മല്ല, ഇതല്ലേ കറക്റ്റ് ആയിട്ടുള്ള പെയർ. അപ്പോൾ എന്തോ എഴുതാം? x+4 ഇൻറ്റു x+6 എന്ന് എഴുതാം. ക്ലിയർ ആയോ? ഇനി നമ്മുടെ ചോദ്യം x² + 25x + 24 ആയിരുന്നെങ്കിലോ? ഈ 24 പ്രോഡക്റ്റ് സെയിം തന്നെയല്ലേ? അപ്പോൾ വരുന്ന പെയേഴ്സ് എല്ലാം ഇത് തന്നെ വരും അല്ലേ? പക്ഷെ സമ്മ് 25 കിട്ടണം. അപ്പോൾ ഏതേ എടുക്കാവുള്ളൂ? ഇതേ എടുക്കാവുള്ളൂ. 1 + 24 ആണ് 25. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? x+1 ഇൻറ്റു x+24. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി നമ്മുടെ ചോദ്യം x² + 14x +
24 ആയിരുന്നെങ്കിലോ ഈ 24ന്റെ ഫാക്ടേഴ്സ് തന്നെയല്ലേ സമ്മ് 14 കിട്ടണം. ഇവിടെയല്ലേ 14 കിട്ടത്തുള്ളൂ. 2 + 12 അല്ലേ 14. അപ്പൊ ഈ ഒരു പെയർ മാത്രം എടുക്കുക. അതായത് x + 2 × x + 12. ക്ലിയർ ആയോ? ഒരേ നമ്പർ ഞാൻ എടുത്ത് കാണിക്കുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് ഈ പെയർ സെലക്ട് ചെയ്തതെന്ന് ഒന്നും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇനി പേജ് നമ്പർ 195 മൂന്നാമത്തെ ചോദ്യമാണ് x² + 7x + 6. അപ്പൊ ഇവിടെ പ്രോഡക്റ്റ് എന്താണ്? 6 ആണ്. 6ന്റെ ഫാക്ടേഴ്സ് 1 × 6ഉം 2 × 3ഉം. പക്ഷെ നമുക്കിവിടെ സം എത്ര വേണ്ടത്? സം 7 + 7 ആണ് വേണ്ടത്. അപ്പൊ 7 കിട്ടണമെങ്കിൽ 1 + 6 ആണ് 7. അപ്പൊ ആ ഒരു പെയർ നമ്മൾ സെലക്ട് ചെയ്യാവുള്ളൂ. അതായത് 1ഉം 6ഉം. x + 1 × x + 6. നമുക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും ചോദ്യം ചെയ്യും. അത് പോസിറ്റീവ് അല്ലാത്തതുകൊണ്ടാണ് ആദ്യം ഈ എല്ലാം പ്ലസ് വന്ന ആ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് ഒരിടത്ത് മൈനസ് വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ചോദ്യം ശ്രദ്ധിച്ച് ലാസ്റ്റ് നമ്പർ നെഗറ്റീവ് ആണ്, -10 ആണ് അല്ലെ. പക്ഷെ നമ്മൾ ചെയ്യുന്ന മെത്തേഡുകളൊക്കെ സെയിം തന്നെയാണ്. അടുത്ത നമ്മുടെ ചോദ്യം x² + 3x - 10. ഇവിടെ ലാസ്റ്റ് നമ്പറാണ് നെഗറ്റീവ് വന്നിരിക്കുന്നത്. ഇടയ്ക്ക് നെഗറ്റീവ് വരാം, ലാസ്റ്റ് പോസിറ്റീവ് ആയിക്കൊണ്ട്. അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് എന്താണ്? പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഗുണനഫലം എന്ന് പറയുന്നത് -10 ആണ്. സൈൻ ഉൾപ്പെടെ നമ്മൾ എടുക്കണം. പക്ഷെ 10ന്റെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. 10ന്റെ ഫാക്ടേഴ്സ് 1 × 10ഉം 2 × 5ഉം. ഇനി നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇവിടെ രണ്ട് പോസിറ്റീവാണ്. പോസിറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഗുണിക്കുമ്പം ആൻസർ പോസിറ്റീവേ കിട്ടാവുള്ളൂ. പക്ഷെ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആൻസർ നെഗറ്റീവാണ്. അപ്പോൾ ഒന്നുകിൽ -1 × 10 ആകാം, അല്ലെങ്കിൽ 1 × -10 ആകാം. ക്ലിയർ ആവുന്നുണ്ടോ? 1 × -10 അല്ലെ -10. അതേപോലെ ഒന്നുകിൽ -2 × 5 ആകാം, അല്ലെങ്കിൽ 2 × -5 ആകാം. ഇപ്പോൾ ഓപ്ഷൻസിന്റെ എണ്ണം കൂടിയത് കണ്ടോ? അപ്പോൾ 4 ഓപ്ഷൻസ് വന്നു. ശരിക്കും പറഞ്ഞാൽ 10ന് 2 പെയർ ഓഫ് ഫാക്ടേഴ്സേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ -10 ആയതുകൊണ്ട് 4 പെയറായി മാറി. ഇനി ഇവിടെ ഈ 4 പെയറിൽ നിന്ന് ഒരു പെയറിനെ സെലക്ട് ചെയ്യണം. നമ്മുടെ ആൻസർ കൂട്ടുമ്പോൾ 3 ആകണം, സമ്മ ചെയ്യുമ്പോൾ 3 വരണം. അതേതാണ്? ഈ പെയർ എടുത്ത് നോക്കിക്കേ, 2ഉം -5ഉം. ഇപ്പം രണ്ടും കൂടെ കൂട്ടുക, -2 + 5. ഒന്ന് നെഗറ്റീവ്, രണ്ടാമത്തെ പോസിറ്റീവ്. അപ്പോൾ എന്താണ്? സബ്ട്രാക്റ്റ് ആണ് ചെയ്യുന്നത്. 5ൽ നിന്ന് 2 പോകുമ്പോൾ 3. വലിയ നമ്പർ 5, 5ന്റെ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് ആൻസർ +3. അപ്പോൾ ഏത് പെയറേ എടുക്കാവുള്ളൂ? ഈ -2ഉം 5 എന്നുള്ള പെയറേ എടുക്കാവുള്ളൂ. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? x -2. കണ്ടോ? x -2 ആദ്യത്തെ നമ്പർ ഇൻറ്റു x + 5 രണ്ടാമത്തെ നമ്പർ +5. കണ്ടോ? ഇതിൽ ഒരെണ്ണം മൈനസ് വന്നത് കണ്ടോ? ഇനി വേറൊരു ചോദ്യം നമുക്ക് എടുക്കാം. ഇത് പേജ് 195 ഒന്നാമത്തെ ചോദ്യമാണ്. x² + x - 6. ഇവിടെ പ്രോഡക്റ്റ് എന്താണ്? പ്രോഡക്റ്റ് അഥവാ ഗുണനഫലം -6 ആണ്. അപ്പൊ 6ന്റെ ഫാക്ടേഴ്സ് ആദ്യം എഴുതുക. 1 × 6, 2 × 3. അപ്പൊ ആദ്യത്തെ പെയർ -1 × 6 ആകാം, അല്ലെങ്കിൽ 1 × -6 ആകാം. രണ്ടാമത്തെ പെയറിനെ എങ്ങനെ ആക്കണം? -2 × 3 ആകാം, അല്ലെങ്കിൽ 2 × -3. എന്നാലേ ഉള്ളൂ ഒരു നമ്പർ പോസിറ്റീവ് ഒരു നമ്പർ നെഗറ്റീവ് ആണെങ്കിലേ ഉള്ളൂ ഗുണിച്ച് കഴിയുമ്പോൾ നെഗറ്റീവ് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ആക്കിയത്. ഇപ്പം നമുക്ക് ആകെ 4 പെയർ കിട്ടിയിട്ടുണ്ട്. ഇവിടെ കൂട്ടുമ്പോൾ x എന്നേ ഉള്ളൂ. x എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 1x ആണ്. അപ്പോൾ അവിടെ 1 വരണം കൂട്ടുമ്പോൾ. ഇപ്പം കൂട്ടുമ്പം 1 വരണമെങ്കിൽ സം 1 വരണമെങ്കിൽ ഇവിടെ -2ഉം 3യും കൂടെ ഉള്ള ഈ പെയർ കൂട്ടിയേ നോക്കാം. അപ്പോൾ ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആണ്. ആൻസർ എന്താ? സബ്ട്രാക്ട് ചെയ്യുക. 3ൽ നിന്ന് 2 പോകുമ്പോൾ 1. വലിയ നമ്പർ 3 ആയതുകൊണ്ട് അതിൻ്റെ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് ആൻസർ +1. +1 അല്ലേ ഇവിടെ സം കിടക്കുന്നത്. അപ്പോൾ ഈ പെയർ എടുക്കാവുള്ളൂ. അതായത് ഒന്നാമത്തെ നമ്പർ -2ഉം രണ്ടാമത്തെ നമ്പർ +3യും. x എഴുതുക, ഒന്നാമത്തെ നമ്പർ -2 എഴുതുക,
എക്സ് എഴുതുക, രണ്ടാമത്തെ നമ്പർ +3 എഴുതുക. ആൻസർ ആയില്ലേ? ഇനി വേറെ ഒരു ചോദ്യം കൂടെ ചെയ്യാം. x² + x - 20. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് നമുക്കൊന്ന് എഴുതി നോക്കാം. പ്രോഡക്റ്റ് എന്ന് പറയുന്ന അവസാനത്തെ ഒറ്റയ്ക്ക് നിൽക്കുന്ന നമ്പർ ഇത് മൈനസ് ആണ്, നെഗറ്റീവ് ആയതുകൊണ്ട് ഒരു നമ്പർ പോസിറ്റീവ് മറ്റേത് നെഗറ്റീവ് ആയിരിക്കണം. ആദ്യം നമുക്ക് 20യുടെ ഫാക്ടേഴ്സ് നോക്കാം. 1 × 20, 1 കഴിഞ്ഞാൽ 2 നോക്കണം. 2 × 10, 2 കഴിഞ്ഞാൽ 3 നോക്കുക. 3ന്റെ ടേബിൾ 20 ഇല്ല. 3 കഴിഞ്ഞ് 4 നോക്കുക. 4 5s are 20. 4 കഴിഞ്ഞാൽ 5 ഇവിടെ ഓൾറെഡി വന്നു. അപ്പോൾ പിന്നെ വേറെ ഒരു നമ്പരും നോക്കേണ്ട കാര്യമില്ല, ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് നെഗറ്റീവ് ആയതുകൊണ്ട് ഒരെണ്ണം നെഗറ്റീവ് ഇട്ട് കൊടുക്കാം. ഇനി 1 × -20, ഈ പെയറിൽ നിന്ന് രണ്ടാമത്തെ നമ്പർ നെഗറ്റീവ് ഇട്ട് കൊടുത്തു. ഈ പെയറിൽ നിന്ന് രണ്ടാമത്തെ നമ്പർ നെഗറ്റീവ് ഇട്ട് കൊടുത്തു. ഇവിടെയും രണ്ടാമത്തെ നമ്പർ നെഗറ്റീവ് ഇട്ട് കൊടുത്തു. അപ്പം നമുക്ക് ടോട്ടൽ 6 പെയർസ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഒരൊറ്റ പെയറെ കറക്റ്റായിട്ട് വരത്തുള്ളൂ. എന്ത് ചെയ്യുമ്പോൾ? സം ചെയ്യുമ്പോൾ, കൂട്ടുമ്പം 1 കിട്ടണം. നേരത്തെ പ്രോബ്ലം പോലെ തന്നെ 1 ഇവിടെ. അപ്പോൾ കൂട്ടുമ്പോൾ 1 കിട്ടണമെങ്കിൽ ഈ ഒരു പെയർ എടുത്താലല്ലേ ഉള്ളൂ. -4ഉം 5ഉം കൂടെ കൂട്ടുക. അല്ല 5ഉം -4, 5 - 4 അത് എത്രയാണ്? 1. വലിയ നമ്പർ 5 അല്ല, അതിന്റെ സൈൻ പോസിറ്റീവ് ആണ്. അപ്പോൾ ആൻസർ 1. അപ്പോൾ ആദ്യത്തെ നമ്പർ -4ഉം രണ്ടാമത്തെ നമ്പർ +5ഉം ആണ്. അപ്പോൾ എക്സ് എഴുതുക, ആദ്യത്തെ നമ്പർ -4, എക്സ് എഴുതുക, രണ്ടാമത്തെ നമ്പർ +5. ഇതിനി തിരിച്ചെഴുതിയെന്ന് പറഞ്ഞൊന്നും പ്രശ്നമില്ല. കാരണം x + 5 × x - 4 എന്ന് എഴുതിയെന്നും പറഞ്ഞ് തെറ്റല്ല, ഇത് ശരിയാണ്. കാരണം 2 × 3ഉം 6 ആണ്, 3 × 2ഉം 6 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് തിരിച്ചെഴുതിയാലും പ്രശ്നമില്ലാത്തത്. ഇത് പേജ് നമ്പർ 195 രണ്ടാമത്തെ ചോദ്യമാണ്. അതായത് x² - x - 6 രണ്ടിടത്തും നെഗറ്റീവ് വന്നിട്ടുണ്ട്. മെത്തേഡൊക്കെ പഴയ മെത്തേഡൊക്കെ തന്നെയാണ്, സൈൻ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇവിടെയും പ്രോഡക്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. പ്രോഡക്റ്റ് -6 ആണ്. അപ്പോൾ 6ന്റെ ഫാക്ടേഴ്സ് 1 × 6ഉം 2 × 3ഉം. ഇവിടെ ഗുണനഫലം മൈനസ് ആകണമെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം നെഗറ്റീവ് ആകണം. അപ്പോൾ ആദ്യത്തതും നെഗറ്റീവ് കൊടുത്തു. ഇനി രണ്ടാമത്തെ നെഗറ്റീവ് ഇട്ട് കൊടുക്കാം. അപ്പം 4 പെയർ ആയല്ലോ. ഈ 4 പെയറിൽ ഒരു പെയറെ കറക്റ്റ് ആകത്തുള്ളൂ. സം എത്ര വരണം? -1. -x എന്ന് പറഞ്ഞാൽ -1 വരണം. സം -1 വരണമെങ്കിൽ വലിയ നമ്പർ നെഗറ്റീവ് ആകണം അല്ലേ. വലിയ നമ്പർ നെഗറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഇത് രണ്ടുമാണ്. ഇതിനകത്ത് സം -1 ആണ് വരുന്നത്. അപ്പോൾ 2 + -3 അല്ലെ 2 - 3 എത്ര വന്നു? -1 അല്ലേ. കുറയ്ക്കണം. 3 ൽ നിന്ന് 2 പോകുമ്പോൾ 1. 3ന്റെ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ നെഗറ്റീവ്. അപ്പോൾ ഈ പെയർ അല്ലേ കറക്റ്റ് ഉള്ളൂ. ഇവിടെ കുറയ്ക്കുമ്പോൾ എത്ര വരും? -5 വരും അല്ലേ. നമ്മുടെ കയ്യിൽ -1x ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്? എക്സ് ആദ്യത്തെ നമ്പർ +2, രണ്ടാമത്തെ നമ്പർ -3, x -3. ഇനി ഇതേ പ്രോഡക്റ്റ് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നെങ്കിലോ, x² - 5x - 6 എന്നായിരുന്നെങ്കിലോ, പ്രോഡക്റ്റ് -6 തന്നെയാണ്. ഇത്രയും 4 പെയേഴ്സ് തന്നെ വരും. ഇതിൽ ഏത് പെയർ സെലക്ട് ചെയ്യണമെന്ന് നമ്മൾ ഇവിടെ നോക്കണം. സം കൂട്ടുമ്പോൾ -5 വരണം. -5 വരണമെങ്കിൽ ഇത് തമ്മിൽ കൂട്ടിയാലേ ഉള്ളൂ. 1 - 6 ആണ് -5. വലിയ നമ്പറിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 6ൽ നിന്ന് 1 പോകുമ്പോൾ 5. വലിയ നമ്പറിന്റെ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ്. അപ്പോൾ ഇവിടുത്തെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1ഉം -6ഉം, +1ഉം -6ഉം. അപ്പോൾ x + 1 × x - 6. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് പല പെയേഴ്സ് ഉണ്ടാക്കും അല്ലേ. ആ ഓരോ പെയേഴ്സ് വെച്ചിട്ട് നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇനി അടുത്ത ചോദ്യം നോക്കാം. നമ്മുടെ ചോദ്യം ഇതാണ്. x² - 7x + 6, അതായത് പേജ് നമ്പർ 195 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടുത്തെ നടുക്കത്തെ ടേം മാത്രമാണ് നെഗറ്റീവ് അല്ലെ. പ്രോഡക്റ്റ് എന്താണ്? ഇവിടെ സെയിം മെത്തേഡ് തന്നെ. പ്രോഡക്റ്റ് 6 ആണ്. ആ 6ന്റെ ഫാക്ടേഴ്സ് നമ്മൾ നോക്കുന്നു. 1 × 6ഉം 2 × 3ഉം. ഇനി പ്രോഡക്റ്റ് ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ 2 പെയറും കൂടെ എക്സ്ട്രാ എടുക്കണം. കാരണം ഇവിടെ പോസിറ്റീവ് ആയിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു, നമുക്ക് ഈ 2 പെയർ മതിയായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു 6 എന്ന് പറയുമ്പോൾ 2 നെഗറ്റീവ് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ആൻസർ പോസിറ്റീവ് ആണ്.
ഇൻറ്റിജേഴ്സിൻ്റെ റൂൾ ഓർത്തിരിക്കുക. ഇപ്പം -1 ഇൻറ്റു -6ഉം ആൻസർ +6 ആണ്. അതേപോലെ -2 ഇൻറ്റു -3യും ആൻസർ +6 ആണ്. അപ്പോൾ ഈ 4 പെയേഴ്സിൽ നിന്നാണ് നമ്മൾ ഈ സം നോക്കുന്നത്. സം എത്ര വരണം? കൂട്ടുമ്പോൾ -7 വരണം. കൂട്ടുമ്പോൾ മൈനസ് വരണമെങ്കിൽ ഈ 2 പെയർ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ 2 പെയർ നോക്കുക. ഇതിൽ കൂട്ടുമ്പം 2 നെഗറ്റീവ് നമ്പേഴ്സ് കൂട്ടുമ്പോൾ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ ഇടുക. അപ്പോൾ ഇതല്ലേ -1 പ്ലസ് -6 അല്ലേ -7. അപ്പോൾ ഈ പെയറല്ലേ കറക്റ്റ്. അപ്പോൾ ആദ്യത്തെ നമ്പർ -1, രണ്ടാമത്തെ നമ്പർ -6. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? x-1 ഇൻറ്റു x-6. ഇനി ഇവിടെ കൂട്ടുമ്പോൾ എത്ര വരും? ഈ -2ഉം -3യും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? -2 പ്ലസ് -3. 2 നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കൂട്ടിയിട്ട് നെഗറ്റീവ് സൈൻ ഇടുക അല്ലെ, -5. അപ്പം നമുക്ക് അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ മേലെ -5 കൂട്ടുമ്പോൾ കിട്ടണം. അപ്പോൾ x² - 5x ഗുണിക്കുമ്പോൾ എന്ത് തന്നെയാണ് വരുന്നത്? പ്രോഡക്റ്റ് +6. അപ്പോൾ ഈ ഒരു ചോദ്യം നമുക്ക് ഈ പെയറിൽ നിന്ന് കിട്ടിയില്ല. അപ്പോൾ -2, -3 വല്ല നമ്പേഴ്സ് ആൻസർ അപ്പോൾ എത്ര വന്നു? x-2 ഇൻറ്റു x-3. മനസ്സിലായോ? നമുക്ക് തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഇതുപോലെ കൂടുതൽ ചോദ്യങ്ങൾ എടുത്ത് പഠിക്കണം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 4 ടൈപ്പും, അതായത് എല്ലാം പോസിറ്റീവ്, രണ്ടാമത്തത് നടുക്ക് മാത്രം നെഗറ്റീവ്, മൂന്നാമത്തത് ലാസ്റ്റ് മാത്രം നെഗറ്റീവ്, നാലാമത്തത് നടുക്കത്തതും ലാസ്റ്റത്തതും നെഗറ്റീവായിട്ട് വരുന്നത്. ഈ 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്ത് പഠിക്കുക.